ഹല്ലേലൂയ. അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ പതിയിരിക്കുമ്പോഴും അതൊരു വ്യസനത്തിന് കാരണമാകാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തിയെന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് പ്രതിസന്ധികൾക്കകത്ത് നമ്മൾ കുലുങ്ങി പോകത്തില്ല. സന്തോഷമാണോ നിങ്ങൾക്ക്? സന്തോഷമുള്ളവർ സന്തോഷത്തെ പ്രകടമാക്കിക്കൊണ്ടെന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ എടുത്ത് വായിച്ച സങ്കീർത്തന വേദഭാഗത്തിനകത്തുനിന്ന് സങ്കീർത്തനങ്ങൾ 46-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സങ്കീർത്തനങ്ങൾ 46-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. മതി. ഹല്ലേലൂയ. ആ ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചിലത് സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരു നദിയുടെ പ്രവാഹം ഇതിനകത്തേക്ക് ഉളവാകും. ഹല്ലേലൂയ. അത് ചിലരിൽ വിടുതലായി മാറും. ഹല്ലേലൂയ. ആമേൻ. അത് ചിലരിൽ വലിയ വ്യത്യാസങ്ങളെ വരുത്തും. ഹല്ലേലൂയ. ചില അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ. ചില നടക്കത്തില്ലെന്ന് പറയുന്നത് ചിലതിനകത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ദൈവസ്ഥാനിലായിരിക്കും. വചനം പറയുന്നു, ഒരു നദിയുണ്ട്. ഹല്ലേലൂയ. ഒരു നദിയുണ്ട്. ആ നദിയുടെ പ്രത്യേകത ആമേൻ സങ്കീർത്തനക്കാരൻ എടുത്തു പറഞ്ഞിരിക്കുന്നു, അത് അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന നദി. ഹല്ലേലൂയ. ഈ നദി ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ വചനത്തിനകത്ത് പറയുന്നുണ്ട്, അവൻ ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി? അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയാണ് ഈ നദി. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ, എന്താണ് അത്യുന്നതന്റെ വിശുദ്ധ നിവാസം എന്ന് പറയുന്നത്? ഞാൻ ഈ നദിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിവാസത്തെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ അല്ലെങ്കിൽ അത്യുന്നതന്റെ വിശുദ്ധ നിവാസം എന്ന് പറയുന്നത്? നിങ്ങൾ ചോദിക്കും, സിസ്റ്ററെ, നല്ല മനോഹരമായ ആലയമുണ്ട്, നല്ല രീതിയിൽ അവൻ അലങ്കരിച്ച് അവൻ ലൈറ്റുകളും അവൻ ചെയിലൊക്കെ ഇട്ട് മനോഹരമാക്കിയ ഈ ആലയമല്ലേ സിസ്റ്ററെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസം എന്ന് വചനം പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ചോദിച്ച് ഞാൻ പറയും, അല്ല. ഹല്ലേലൂയ. അതല്ല അവൻ അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ സങ്കീർത്തനക്കാരനായ ദാവീദ് അത് ഉദ്ദേശിച്ചാണ് എഴുതിയതെങ്കിൽ പോലും ഹല്ലേലൂയ, ഇവിടെ പറഞ്ഞിരിക്കും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത്യുന്നതന്റെ വിശുദ്ധ നിവാസം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായി പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്ന 4 ചുവരുകളല്ല. ഹല്ലേലൂയ. എന്താണ് അത്യുന്നതന്റെ വിശുദ്ധ നിവാസം എന്ന് നമ്മൾ പുതിയ നിയമത്തിനകത്തുനിന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള വാക്യമായ 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരണം. ആ വാക്യത്തിനകത്ത് അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ അത്യുന്നതന്റെ നിവാസമാണ്. നിവാസം എന്ന് വെച്ചാൽ വസിക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. ദൈവം വസിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് വീട് പേര് വരുമ്പോൾ SR നിവാസ്, ഹല്ലേലൂയ, അവൻ ഇന്ന പേര് കൊടുത്തിട്ട് ആ നിവാസ് എന്ന് കൊടുക്കുന്നത് വസിക്കുന്ന സ്ഥലം എന്നുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ദൈവത്തിന്റെ വിലാസം ചോദിച്ചാൽ അവൻ നമുക്ക് പറയാനൊന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ നമുക്ക് പറയാനൊരു കാര്യമുണ്ട്. ആമേൻ. അഡ്രസ് അതാ, ദൈവത്തിന്റെ അഡ്രസ് അതാ. എവിടാണ്? ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന, വിശുദ്ധിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നടക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അത്യുന്നതന്റെ വിശുദ്ധ നിവാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ.
ഒരു കാര്യം കൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ എന്തു വേണം? അല്ല, നമ്മുടെ ജീവിതം, നമ്മുടെ വ്യക്തി, ഞാനെന്ന വ്യക്തി വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ, ആമേൻ. ലോകപ്രകാരം നടന്നിട്ട് ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ വസിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ അംഗീകരിക്കത്തില്ല ഒരിക്കലും. ആമേൻ. ദൈവം വിശുദ്ധനാണ്, അതുകൊണ്ട് ദൈവം വിശുദ്ധിയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും എന്ന വ്യക്തിത്വം ദൈവ സന്നിധിയിൽ അവൻ വിശുദ്ധിയോടെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും, ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത്, ദൈവം വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഹല്ലേലൂയ. എങ്ങനെ വിശുദ്ധരായിരിക്കണം? വാക്കിൽ, നോട്ടത്തിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ. ഹല്ലേലൂയ. ആമേൻ. വാക്കിൽ നമുക്ക് ജനത്തിന്റെ മുൻപിൽ വെളിപ്പെട്ട് വരുന്നതായോണ്ട് ആമേൻ എളുപ്പമാണ് വിശുദ്ധി കാണിക്കാൻ. ആമേൻ. പുറമേ വിശുദ്ധി കാണിക്കാൻ എളുപ്പമാണ്, പ്രവൃത്തിയിൽ വിശുദ്ധി കാണിക്കാൻ എളുപ്പമാണ്. പക്ഷെ ചിന്തയിൽ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പിശാച്, പാപം എവിടെ സംഭവിക്കുന്നേ? ആമേൻ. പാപം നമ്മുടെ ഉള്ളത്തിനകത്തുനിന്ന് പുറത്തു വരുന്നേ. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞേ, നിങ്ങളുടെ പുറത്തിന്ന് അകത്തോട്ട് പോകുന്നതല്ല നിങ്ങളെ അശുദ്ധരാക്കുന്നത്, അകത്തിന്ന് പുറത്തോട്ട് വരുന്നതാ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് അറിയത്തില്ല. യേശു കർത്താവ് പറഞ്ഞത് എന്താണ്? പുറമേ ഒരിക്കൽ ആമേൻ കർത്താവിന്റെ ശിഷ്യന്മാർ ആമേൻ കതിർ പറിച്ച് കഴിക്കുന്ന സമയത്ത് ആമേൻ പുരോഹിതന്മാരും പരീശന്മാരും വന്നിട്ട് പറയാം, നോക്ക്, ശബത്തിൽ നിന്റെ ശിഷ്യന്മാർ കതിർ പറിച്ച് കഴിക്കുകയാണ്, അവർ ചെയ്യുന്നത് തെറ്റാണ്, അവർ അശുദ്ധരായി. യേശു കർത്താവ് പറഞ്ഞു, പുറത്തിന്ന് അകത്തോട്ട് പോകുന്നതല്ല ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്തിന്ന് പുറത്തോട്ട് പോകുന്നു. എന്താ അകത്തിന്ന് പുറത്തോട്ട് വരുന്നേ? ദുശ്ചിന്ത, പാപത്തിന്റെ പ്രവർത്തികൾ, ഇതെല്ലാം ആരംഭിക്കുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ഉൾത്തളങ്ങൾക്കകത്തുനിന്നാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി എന്ന് പറയുന്നത് പുറമേ വരുന്ന വിശുദ്ധിയല്ല. അവൻ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി, ഒരു വ്യക്തിയിൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നോക്കുന്നത് ഒരിക്കലും ഒരു മനുഷ്യന്റെ പുറമോടിയല്ല. ഹല്ലേലൂയ. വെള്ളമാണോ ധരിച്ചിരിക്കുന്നത്, ഞാൻ പറയുന്ന പാറ്റേണിലാണോ വസ്ത്രധാരണം എന്നൊന്നും കർത്താവ് നോക്കത്തില്ല. ദൈവം നോക്കുന്ന ഒരേ ഒരു കാര്യം, ആ മനുഷ്യന്റെ ഉള്ളം എങ്ങനെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് പുറമേ ഉള്ള വിശുദ്ധി മാത്രമല്ല, ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉൾത്തളങ്ങൾ പോലും അവൻ വിശുദ്ധിയോടെ ദൈവസന്നിധി നിൽക്കണമെന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ വെള്ളം ഇടുന്നത് തെറ്റാണോ? ഒരിക്കലുമില്ല. നിങ്ങൾ നല്ലതാ, നല്ല സുന്ദരം, നല്ല ഭംഗിയായിട്ട് വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് നല്ലത് തന്നെ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി എന്ന് പറയുന്നത് അവൻ നമ്മുടെ ഹൃദയങ്ങൾക്കകത്താണ്. അതുകൊണ്ട് ദാവീദിനെ അഭിഷേകം ചെയ്യുവാനായി ഇശായിയുടെ ഭവനത്തിനകത്തേക്ക് ശമൂവേൽ പ്രവാചകൻ തൈലപാത്രമായി കയറി ചെല്ലുമ്പോൾ ദൈവം പറയുന്നേടാ, ശമൂവേലേ, നീ നോക്കുന്നത് പുറമ. ഹല്ലേലൂയ. നീ അളക്കുന്നത് പുറമോടി കണ്ടിട്ടാ. പക്ഷെ നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ നോക്കുന്നത് പുറമല്ല, ഞാൻ നോക്കുന്നത് അകമാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്തിട്ടിരിക്കുന്നു, എന്തിട്ടിട്ടില്ല എന്ന് നോക്കിയിട്ടല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഏത് കളർ ഡ്രസ് ഇട്ടിരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല ദൈവം ആമേൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. വില കൂടിയ ഡ്രസ്സാണോ, വില കുറഞ്ഞ ഡ്രസ്സാണോ, അത് നോക്കിയിട്ടല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ദൈവം നോക്കുന്ന നമ്മുടെ ഉൾത്തളങ്ങളെ നോക്കും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തെ നോക്കിയിട്ട് നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മിൽ വന്ന് നമ്മോട് കൂടെ വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തി ദൈവത്തിന്റെ നിവാസമായി തീരുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിയിൽ ആദ്യം വരേണ്ടത് തൻ്റെ ഉള്ളത്തിനകം വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കി കൊടുക്കണം. ഹല്ലേലൂയ. ഉള്ളം വിശുദ്ധമാകണം. പുറമെ ആരെന്ത് പറഞ്ഞു എന്നല്ല കാര്യം, ദൈവം നോക്കുന്ന നമ്മുടെ ഉൾത്തളമാണ്, ദൈവം നമ്മുടെ ഹൃദയം. യേശു കർത്താവ് പറഞ്ഞ കാര്യം എന്താ? ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളോട് പാപം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ അത് ചിന്ത വരുന്നത് എവിടെ നിന്നാണ്? ഉൾത്തളം. അതുപോലെ തിരിച്ചു അങ്ങനെ തന്നെ ഒരു പുരുഷനെ മോഹിക്കേണ്ടതിന് അവനെ നോക്കുന്നവൻ പാപം ചെയ്യുന്നു. അവൻ പാപം വരുന്നത് ഹൃദയത്തിന്റെ ഉൾത്തളങ്ങൾക്കകത്തെന്നാണ്. ഹല്ലേലൂയ. ദൈവം നോക്കുന്ന എന്ന് പറഞ്ഞ പ്രലോഭനം വരത്തില്ലെന്ന് ചോദിച്ചാൽ വരും. ഹല്ലേലൂയ. വരുന്ന പ്രലോഭനത്തെ അതിനകത്തുനിന്ന് മുളയിടുമ്പോൾ തന്നെ ആമേൻ അതിനെ ശാസിച്ച്
അതിനെ ജയിക്കുവാൻ ഒരു ദൈവ പൈതൽ ആമേൻ ഹല്ലേലൂയ ശീലിച്ചിരിക്കണം. ഹല്ലേലൂയ. പാപത്തിന്റെ ചിന്ത വരും, പാപത്തിന്റെ പ്രലോഭനം വരും. കാരണം പിശാച് നമ്മളെ എങ്ങനെ വീഴ്ത്തിക്കളയാമെന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ തന്ത്രശാലിയായി നമുക്ക് വിരോധമായി നമ്മുടെ പിന്നാലെ നിൽക്കുന്നുണ്ട്. ഒരു ദൈവ പൈതൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പാപത്തിന്റെ വിചാരങ്ങൾ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞ് അവൻ ജയിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തിന്റെ ഒരു വിശുദ്ധ മന്ദിരമായി തീരാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദൈവത്തിന്റെ വിശുദ്ധ നിവാസം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇത് സർട്ടിഫൈ ചെയ്യേണ്ട, ഞാൻ പറയും, ഈ ലോകത്തിലെ മനുഷ്യരായിട്ട് സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ട, ഇതിന് സർട്ടിഫൈ ചെയ്യേണ്ട. ഹല്ലേലൂയ. ആർക്കും ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ പറയും ആമേൻ, എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ ഭാര്യ പറയും നല്ല ആള്, കുഴപ്പമൊന്നുമില്ല, നീറ്റാണ്. ഹല്ലേലൂയ. ഭർത്താവിനോട് ചോദിച്ചാൽ ഭർത്താവ് പറയും നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ തരും. പക്ഷെ ഞാൻ പറയും ഈ സർട്ടിഫിക്കറ്റിനൊന്നും ദൈവത്തിൻ്റെ സന്നിധി വിലയില്ല. ഹല്ലേലൂയ. ആമേൻ. ഒറ്റ സർട്ടിഫിക്കറ്റിന്റെ വിലയുള്ള കർത്താവ് ഒന്ന് നോക്കും നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങൾക്കകത്തേക്ക്. ഹല്ലേലൂയ. കർത്താവ് നോക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കാൻ തൊക്കവണ്ണം ത്വരയുള്ളൊരു മനസ്സുണ്ടോ? ഞാൻ വരുന്നത് പ്രലോഭനം വരത്തില്ലെന്നല്ല, ആമേൻ, പാപത്തിലേക്ക് നിന്നെ തള്ളിയിടുവാൻ തക്കവണ്ണം സാഹചര്യം വരത്തില്ലെന്നല്ല. പക്ഷെ വരുന്ന സമയത്തും അതിനെ അതിജീവിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവ് പറയും, ഞാൻ നിന്റെ ഹൃദയത്തിനകത്ത് വസിക്കും, ഞാൻ അതിൽ വസിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായി നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാപം നിറഞ്ഞ ഈ ലോകത്തിനകത്ത്, പ്രലോഭനങ്ങൾ അടിക്കടി വന്നു പോകുന്ന ഇതേ ലോകത്തിനകത്ത് വിശുദ്ധിയിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ നിന്നെ നോക്കി ദൈവത്തിന് പറയാനൊന്നുണ്ട്. നീ തന്നെ ദൈവത്തിന്റെ വിശുദ്ധ നിവാസം. ഇന്ന് പകൽക്കാലം ഇതിനകത്തുനിന്ന് ഒരു കൂട്ടം പേർ ദൈവത്തിന്റെ വിശുദ്ധ നിവാസമായി എഴുന്നേൽക്കട്ടെ. ദൈവത്തെ ചുമക്കുന്ന, ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്ന ഒരു തലമുറ ഇന്ന് പകൽക്കാലം ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായി തീരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശുദ്ധ നിവാസമായി തീരണം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ പറയുക, സിസ്റ്റേ, ഒരിക്കലും എൻ്റെ ജീവിതത്തിനകത്ത് പാപം സംഭവിച്ചു പോയി, എനിക്കതാകാനൊക്കെ, ഇനി അത് വിശുദ്ധ മന്ദിരമാകാനൊക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, ജീവിതത്തിനകത്ത് അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ പാപം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, പലരും ചെയ്യുന്നൊരു കാര്യം, ഏറ്റുപറയും, ഉപേക്ഷിക്കത്തില്ല. അറിയാതെ ഒരു ചീത്ത വാക്ക് വാക്യകത്തൊന്ന് വന്നാൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവേ ഞാൻ അറിയാതെ പറഞ്ഞു പോയി ക്ഷമിക്കണേ എന്ന് പറയും. നാളെ രാവിലെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഒരു പരിപാടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. അവൻ ദൈവസന്നിധിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന്, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ ദൈവഹിതമല്ലാത്തതൊന്ന് പുറത്തു വന്ന് അത് നിങ്ങളുടെ ഉള്ളിൽ ആമേൻ അത് പാപമാണെന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ വചനം പറയുന്നു, ദൈവം ആ പാപങ്ങളെ ക്ഷമിച്ചും മറന്നും കളയും. ഹല്ലേലൂയ. അതിനെ പിന്നെ ഓർക്കത്തില്ലെന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് അറിയാതെ വന്ന കുറവുകളെ, അറിയാതെ വന്ന പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ ആ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് വരേണ്ടുന്ന നന്മകളെ, അനുഗ്രഹത്തെ തടയുവാൻ പിശാചിന് പിന്നെ ഒക്കത്തില്ല. പക്ഷെ പിശാച് ചെയ്യുന്ന വേറൊരു തന്ത്രമുണ്ട്. അതെന്താണെന്നറിയാവോ? ഹല്ലേലൂയ. പിശാച് ഈ കുറ്റബോധം എന്ന് പറയുന്ന സാധനത്തെ ഹൃദയത്തിനകത്ത് കൊണ്ടിട്ട് തരും. എന്തുവാ സാധനം? കുറ്റബോധം. അതൊരിക്കലും ദൈവത്തിങ്കിൽ നിന്ന് വരുന്നതല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവത്തിങ്കിൽ നിന്ന് വരുന്നത് എന്തുവാണ്? പാപബോധമാണ് ദൈവത്തിങ്കിൽ നിന്ന് വരുന്നത്. ഹല്ലേലൂയ. പാപം ചെയ്യുമ്പോൾ നീ ചെയ്തത് പാപമാണ്, അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ അറിയുന്ന നമ്മുടെ മനസാക്ഷി നമ്മളെ അതിനെക്കുറിച്ച് തിരിച്ചറിവ് തരുമ്പോൾ അതിനെ പറയുന്ന പേര് പാപബോധമെന്നാണ്. അപ്പം എന്താ ഈ കുറ്റബോധം എന്ന് പറയുന്നത്? കുറ്റബോധത്തിന് വേറൊരു അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ ദൈവസന്നിധിയിൽ
ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച, ശ്രദ്ധിക്കുക, ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപത്തെ വീണ്ടും പിശാച് കൊണ്ടുവന്ന് നീ അത് ചെയ്തത് കൊണ്ട് നീ ആ നന്മയ്ക്ക് അർഹനല്ല, നീ ആ ചെയ്തത് കൊണ്ട് നീ ആ വിടുതൽ അർഹനല്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നിങ്ങളെ കൊണ്ടിട്ട് അതേ ചിന്ത കൊണ്ടിട്ട് അലട്ടി പ്രാർത്ഥിച്ച് മുന്നേറാൻ കഴിയാതെ വണ്ണം നിന്നെ ഒതുക്കുന്നെങ്കിൽ അതൊരിക്കലും ദൈവത്തിങ്കൽ നിന്ന് വരുന്നതല്ല, അത് പിശാചിൽ നിന്ന് വരുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പാപബോധം എന്ന് പറഞ്ഞാൽ പാപത്തിനകത്തേക്ക് വീണ്ടും വീണു പോകാതിരിക്കാൻ, വിശുദ്ധിയിൽ നടക്കുവാൻ തക്കവണ്ണം നമ്മിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്നതിന് പാപബോധമെന്നും, എന്നാൽ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിട്ടും ആമേൻ ഹല്ലേലൂയ ക്ഷമ ദൈവസന്നിധിയിൽ ലഭിച്ചിട്ട് പോലും ആ ക്ഷമ അംഗീകരിക്കുവാൻ കഴിയാതെ നമ്മളെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുവാൻ യോഗ്യതയില്ലാത്തവരെന്ന് പേരുകുത്തുന്ന പിശാചിന്റെ തന്ത്രമുണ്ട്. അതിനെ പറയുന്ന പേരാണ് കുറ്റബോധം. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിപ്പാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്ത, കർത്താവേ ഞാൻ വിശുദ്ധിയിൽ വന്നിട്ടില്ല, വിശുദ്ധിയാകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഈ ചിന്ത നമ്മളെ എപ്പോഴും ഒതുക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒറ്റ കണ്ടീഷൻ കൂടെ ഉണ്ട്, ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച പാപത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. പാപം ഏറ്റു പറഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനല്ല ഞാൻ പറയുന്നേ. എന്തെങ്കിലും ഒരു കുറവ് വന്നു ഏറ്റു പറഞ്ഞു, കർത്താവ് ഞാൻ അതിൽ പോകത്തില്ല, ആമേൻ ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കും എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നിലനിന്നാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ പാപം ദൈവം ക്ഷമിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ വറീഡായി നമ്മുടെ നന്മയെ തടയുവാൻ ആമേൻ അല്ല ശ്രമിക്കരുത്. തിരിച്ചറിവിലേക്ക് വരിക. ഞാൻ ആ വിഷയം വിടുക, എൻ്റെ പ്രസംഗ വിഷയം അതല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ് എന്തുവാ? ദൈവത്തിങ്കൽ നിന്ന് ഒരു നദി. അതാണ് നമ്മൾ വായിച്ചേ, ഒരു നദി ഉണ്ട്, അത് അത്യുന്നതന്റെ നഗരത്തെ, ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. അപ്പൊ ഈ നദിക്കുള്ള ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ഇത് സന്തോഷിപ്പിക്കുന്ന നദിയാണ്. ഒന്ന് പറഞ്ഞേ, ഇത് സന്തോഷിപ്പിക്കുന്ന നദിയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ തളം കെട്ടിക്കിടക്കുന്ന ദുഃഖങ്ങളുണ്ടാകും. ഹല്ലേലൂയ. എത്ര ആഗ്രഹിച്ചിട്ടും ഓവർകം ചെയ്ത് പുറത്തു വരാൻ കഴിയാതെ ആമേൻ നമ്മളെ ഒതുക്കിക്കളയുന്ന ചില ദുഃഖങ്ങളുണ്ടാകും. ഇന്ന് പകൽക്കാലം ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം. നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ നിവാസമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തെ എടുത്തു കളയുന്ന വിഷയം എന്തു തന്നെയോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തെ അവൻ സങ്കടത്തിനകത്ത് ഒതുക്കിക്കളയുവാൻ, കണ്ണുനീരിനകത്ത് ഒതുക്കിക്കളയുവാൻ തക്കവണ്ണം ശത്രു വിട്ടിരിക്കുന്ന വിഷയം ഏതു തന്നെയോ ആയിക്കൊള്ളട്ടെ, അതിന്റെ നടുവിലേക്ക് ഇന്ന് പകൽക്കാലം ഈ നദി ഒഴുകി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇതൊരു നദിയാണ്. ഈ നദി നിങ്ങളിലേക്ക് ഒഴുകി വരുമ്പോൾ വചനം പറയുന്നു, ഈ നദി ചെല്ലുന്നിടത്ത് പിന്നെ അശുദ്ധി അല്ല വസിക്കുന്നത്, ആ സന്തോഷമില്ലായ്മയല്ല വസിക്കുന്നത്, ദുഃഖമല്ല വസിക്കുന്നത്. ഇത് നമ്മിലേക്ക് ഒഴുകി വരുന്നത് തന്നെ എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ വചനം പറയുന്നു, ഇത് സന്തോഷിപ്പിക്കുന്ന നദിയാണ്. ഹല്ലേലൂയ. ഇത് സന്തോഷിപ്പിക്കുന്ന നദിയാണ്. ഇന്ന് പകൽക്കാലം ജീവിതത്തിനകത്ത് സങ്കടങ്ങളിലൂടെ, കണ്ണുനീരുകളിലൂടെ, ഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വചനത്തിന്റെ മുൻപിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞേ, കർത്താവേ ഇന്ന് പകൽക്കാലം ഈ നദി ഒന്ന് എന്നിലേക്ക് ഒഴുകണം. ഹല്ലേലൂയ. അത് ചെറിയ അളവിലല്ല കർത്താവേ, ശക്തിയോടെ ഇന്ന് പകൽക്കാലം ഈ നദി എൻ്റെ ഉള്ളിലേക്ക് ഒഴുകണമേ, എൻ്റെ ജീവിതത്തിനകത്തേക്ക് ഒഴുകണമേ, എൻ്റെ കുടുംബത്തിനകത്തേക്ക് ഒഴുകണമേ. ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ ഈ ആത്മാ നദിയുടെ സാന്നിധ്യം ചില ഭാവനകൾക്കകത്തേക്ക് ഇന്ന് പകൽക്കാലം സ്വർഗം അയക്കാൻ പോകുക. ഈ നദി ചെല്ലുന്നിടത്തൊക്കെ സന്തോഷം വ്യാപരിപ്പിക്കുക. ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ദൈവിക സന്തോഷം ഈ ലോകത്തിന്റെ സാഹചര്യങ്ങൾക്ക് ഒതുക്കി കളയാൻ കഴിയാത്തതുപോലെ, ഇന്ന് നിങ്ങൾ കാണുന്ന വൈഷമ്യങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷത്തെ എടുത്തു കളയാൻ കഴിയാത്തതുപോലെ ദൈവിക സന്തോഷം ഈ നദി ചെല്ലുന്നിടത്തേക്ക് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നദി ഒഴുകി ചെല്ലുന്നിടത്ത് സന്തോഷമുണ്ട്. ഇതൊരു സന്തോഷത്തിന്റെ നദിയാ.
ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നുണ്ടോ സിസ്റ്റർ, എൻ്റെ ജീവിതത്തിനകത്ത് എന്നും കണ്ണുനീരാ, എന്നും ദുഃഖമാ, എത്ര അധ്വാനിച്ചിട്ട് നന്മ പ്രാപിപ്പാൻ കഴിയുന്നില്ല, എത്ര അധ്വാനിച്ചിട്ടും ഒരു കരക്കെത്താൻ പറ്റുന്നില്ല. അവൻ എന്നും സങ്കട, എന്നും കണ്ണുനീര, എന്നും പ്രയാസ, എന്നും രോഗ, അവൻ കയ്യിൽ വരുന്നോന്ന് നിൽക്കുന്നില്ല, സന്തോഷിക്കാൻ വകയില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഈ ശബ്ദം ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പോടെ പറയാം, നിങ്ങളുടെ സാഹചര്യം എന്തെന്നുള്ളത് ദൈവത്തിന് വിഷയമില്ല, നിങ്ങളുടെ അവസ്ഥ എന്തെന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിന്റെ ആലയത്തിനകത്തുനിന്ന് പുറപ്പെടുന്ന ഒരു നദിയുണ്ട്. അതൊഴുകി നിന്നിലേക്ക് വരുമ്പോ, നിന്റെ ഭവനത്തിനകത്തേക്ക് വരുമ്പോ, വർഷങ്ങൾ പഴക്കമുള്ള കണ്ണുനീരിന്റെ വിഷയങ്ങൾ മാറി അവൻ സന്തോഷിപ്പിക്കത്തക്കവണ്ണം, ഹല്ലേലൂയ, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങളെ ഓവർകം ചെയ്യത്തക്ക രീതിയിൽ ഈ ആത്മനദിയുടെ സാന്നിധ്യം ഒരു സന്തോഷമോ ചില ഭവനങ്ങൾക്കകത്തേക്ക് ഇന്ന് പകൽക്കാലം സ്വർഗം അയക്കുന്നു. ചലിക്കട്ടെ ദൈവ സാന്നിധ്യം, ഈ ആത്മനദിയുടെ സാന്നിധ്യം ചില ഭവനങ്ങൾക്കകത്തേക്ക് ശക്തിയോടെ ചലിക്കട്ടെ. ഒരു നദിയുണ്ട്, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചുമക്കുന്ന വ്യക്തിയെ നിന്റെ ജീവിതത്തിൽ തന്നെ സന്തോഷിപ്പിക്കുന്ന അളവിൽ ഈ നദി ഇന്ന് പകൽക്കാലം നിന്നിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നദിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ജീവിതത്തിനകത്ത് കിടക്കുന്ന സങ്കടം മാറും, അവിടെ സന്തോഷം വരും. നിങ്ങൾ പറയും സിസ്റ്ററെ സന്തോഷിപ്പാൻ വകയില്ലെന്നേ, എല്ലാം കാണുന്ന സാഹചര്യങ്ങളെല്ലാം നെഗറ്റീവാ. ഞാൻ പറയും അതിന് മേൽ കവിയുന്ന ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പറയും എൻ്റെ ഹൃദയം ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുക, ഭയങ്കര വലിയ ഭാരമാ സിസ്റ്ററെ. ഞാൻ പറയും ഈ നദി ഒന്ന് ശക്തിയോടെ ഒഴുകിയാലുണ്ടല്ലോ, നിങ്ങൾ ഈ ശക്തിയോടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഇടയ്ക്ക് എന്തേലും കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. എന്തു വഴിയിൽ കുറുക്കെ നിന്നാലും അത് ഉരുണ്ട് മാറും, മാറിയേ പറ്റത്തുള്ളൂ. നിങ്ങൾ പറയും സിസ്റ്റർ അതങ്ങ് ഉറച്ചിരിക്കുക, അടിയിൽ അങ്ങ് ഉറച്ച് ആഴത്തി പതിഞ്ഞങ്ങ് ഇരിക്കുന്ന വിഷയമാണ്. ഞാൻ പറയും അതിന് പിന്നെ ഒത്തിരി നാൾ അവിടെ ഇരിക്കാനൊക്കത്തില്ല. ഈ നദി ശക്തിയോടെ ഒഴുകാൻ തുടങ്ങിയാൽ അതിനകത്തിരിക്കുന്ന എത്ര വലിയ കല്ലായാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെയാണ്, ഈ നദിയുടെ ഒഴുക്ക് മുഖാന്തരമായി ആ കല്ല് അല്ലെങ്കിൽ ആ നിൽക്കുന്ന തടസ്സം തേഞ്ഞു മാറും. ഹല്ലേലൂയ. അത് ചെറുതായി പോകും, ഒന്നുമല്ലാത്തതുപോലെ ജീവിതത്തിനകത്തുനിന്ന് അവൻ ആ നദിയുടെ നടുവിൽ നിന്ന് മാറിപ്പോകുന്നത് പോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന എത്ര വലിയ പ്രശ്നങ്ങളാണ് ഈ സന്തോഷിപ്പിക്കുന്ന നദി നിങ്ങളിലേക്ക് ഒഴുകി വരുമ്പോ ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് മാറിപ്പോകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ചെയ്യേണ്ട ഒറ്റ കാര്യം, കർത്താവേ എന്നിലേക്ക് ഇന്ന് പകൽക്കാലം ആ നദി ഒഴുകണം. ആ നദിയുടെ ഒഴുക്ക് പൂർവാധികം ശക്തിയോടെ, ആമേൻ. വലിയ പ്രശ്നങ്ങളുള്ളവർ പറയണം കർത്താവ് ശക്തിയോടെ ഒരു ഒഴുക്ക് എന്നിലേക്ക് വരണമെന്ന് പകൽക്കാലം. ചില പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുക, എൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയുന്നതായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുക. ഹല്ലേലൂയ. ഈ നദിക്കൊരു പ്രത്യേകത ഉണ്ടെന്നറിയാമോ? എന്തെന്നറിയാമോ? ഒന്ന്, നിങ്ങളിലേക്ക് ഈ നദി ഒഴുകും. രണ്ടാമത്തെ കാര്യം, നിങ്ങളിൽ നിന്ന് ഈ നദി ഒഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലുണ്ടാകും. ഒന്ന്, ഈ നദിക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. അവൻ ഈ വചനം പഠിക്കുമ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ച കാര്യമാണ്. ഹല്ലേലൂയ. ഒന്ന്, ഈ നദി നിങ്ങളിലേക്ക് ഒഴുകും. രണ്ട്, ഈ നദി നിങ്ങളിൽ നിന്നൊഴുകും. ഹല്ലേലൂയ. ഇത് എൻ്റെ അഭിപ്രായമല്ല, അവൻ വചനത്തിനകത്തുള്ളതാ. ഹല്ലേലൂയ. രണ്ട് കാര്യം, ഒന്ന് നിങ്ങളിലേക്ക് ഒഴുകും. നമ്മളിലേക്ക് ഒഴുകുന്ന നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവിടെ നിൽക്കുമോ? അത് നമ്മളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതിനകത്ത് ഈ വചനം ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഒന്ന്, നിങ്ങൾ സന്തോഷമുള്ളവരാകും. രണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നവരാകും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഈ മെസ്സേജിനകത്ത് നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ നദി നിങ്ങളുടെ ജീവിതത്തിനകത്ത് തളം കെട്ടി കിടക്കുന്ന ദുഃഖങ്ങൾ മാറ്റുമെന്നത് മാത്രമല്ല, നിങ്ങളെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരും എന്നത് മാത്രമല്ല, മറ്റുള്ളവർക്കും നിങ്ങൾ സന്തോഷത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഈ നദിയുടെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത ഇത് സന്തോഷിപ്പിക്കുന്ന
നദിയാണ്. അല്ല, നമ്മൾ ആ നദിയുടെ ഒഴുക്കിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോവാ. ഇന്ന് പകൽക്കാലം ആത്മസാന്നിധ്യ ശക്തിയോടെ നമ്മളെ തൊടും. എനിക്കറിയാം അത്. ഹല്ലേലൂയ, ആമേൻ. ഈ നദി, ആമേൻ, ഒന്നാമത്തെ കാര്യം സന്തോഷിപ്പിക്കുന്ന നദിയാണ്. രണ്ടാമത്തെ കാര്യം അവൻ ജീവിപ്പിക്കുന്ന നദിയാണ്. ആമേൻ, ജീവിപ്പിക്കുന്ന നദി. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാമോ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നേ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കവിടെ ഇങ്ങനെ കാണുവാൻ. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. അപ്പൊ ഈ നദിക്കുള്ള പ്രത്യേകത എന്താ? ഇത് ജീവിപ്പിക്കുന്ന നദിയാണ്. ഒന്നാമത് പറഞ്ഞു, ഇത് സന്തോഷിപ്പിക്കുന്ന നദിയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ജീവിപ്പിക്കുന്ന നദിയാണ്. നിർജീവത്വം ബാധിച്ച് കിടക്കുന്ന മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ഈ നദി ഒന്ന് ഒഴുകി ഇറങ്ങുമ്പോ, ഈ നദി ഒന്ന് ഒഴുകി എത്തുമ്പോ, ആമേൻ, വചനം പറയുന്നു, ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചിലത് ജീവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയുന്നുണ്ട്, സിസ്റ്ററെ, എൻ്റെ ജീവിതത്തിനകത്ത് നിർജീവത്വം ബാധിച്ച് കിടക്കുന്ന ചില മേഖലകളുണ്ട്. എൻ്റെ കുടുംബത്തിനകത്ത് നിർജീവത്വം ബാധിച്ച് കിടക്കുന്ന ചില മേഖലകളുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം. ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഈ നദിയുടെ ഒഴുക്കിനകത്തേക്ക് നിങ്ങളൊന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നുണ്ട്. നിർജീവത്വം ബാധിച്ച് കിടക്കുന്ന, ഇനി ജീവിക്കത്തില്ലെന്ന്, ഇനി വിടുതലിലേക്ക് വരത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ജീവൻ വ്യാപരിക്കാൻ പോകുക. ആത്മീയമായ മണ്ഡലങ്ങൾക്കകത്ത്, ആമേൻ, ഭൗതികമായ മണ്ഡലങ്ങൾക്കകത്ത്, ആമേൻ, ജീവൻ വെപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ നദിയിലൂടെ ചില കുടുംബങ്ങൾക്കകത്തേക്ക് ഇന്ന് പകൽക്കാലം ഒഴുകട്ടെ. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാ. നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ തലമുറയോ നിങ്ങളോടൊപ്പം ദൈവ സന്നിധിയിലേക്ക് കയറി വരാൻ കഴിയാതെ നിർജീവത്വം ബാധിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? കർത്താവേ, ഈ നദി എന്നിലേക്ക് ഒഴുകണമെന്ന്. ഈ നദി നിങ്ങളിൽ നിറഞ്ഞിട്ട് നിങ്ങളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങുമ്പോ നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ ദേശത്തിനകത്ത് നിർജീവത്വം ബാധിച്ച് കിടക്കുന്നതിന് ഈ നദിയുടെ സാന്നിധ്യമോ ഇറങ്ങി ചെല്ലുമ്പോ ചിലത് ജീവൻ വെക്ക്. നിർജീവത്വം ബാധിച്ച ആത്മീക മണ്ഡലങ്ങൾ, ജീവൻ ഇല്ലാത്ത ചത്തുപോയ ആത്മ മനുഷ്യരുള്ള ചിലത് ജീവൻ വെക്കാൻ പോകുക. അയ്യോ കർത്താവേ, എന്റെ വിഷയത്തിന് എന്താ പരിഹാരം വരാത്തെ? എന്റെ ഭർത്താവ് എന്താ മാനസാന്തരപ്പെടാത്തെ? എന്റെ ഭാര്യ എന്താ നന്നാവാത്തെ? എന്റെ അപ്പനമ്മമാരെന്താ നന്നാവാത്തെ? എന്റെ തലമുറകൾ എന്താ ഇങ്ങനെ? നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം പറയാ, ചിലതിനെ ജീവിപ്പിക്കാൻ ഈ ആത്മ നദിക്ക് കഴിയും. ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ചിലതിനെ ജീവിപ്പിക്കാൻ, ആമേൻ, 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 ചിലതിനെ ജീവിപ്പിക്കാൻ, ചിലതിനെ ജീവിപ്പിക്കാൻ ഈ ആത്മ സാന്നിധ്യത്തിന് കഴിയുക. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ? കർത്താവേ, എന്നെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, എൻ്റെ കുടുംബത്തിൽ ചിലതിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാൻ പറയും, നിങ്ങളുടെ ആത്മീക മണ്ഡലത്തെ മാത്രമല്ല, നിങ്ങളുടെ ഭൗതിക മണ്ഡലങ്ങൾക്കകത്ത് പോലും ജീവനില്ലാത്തതുപോലെ നിർജീവത്വം ബാധിച്ചു കിടക്കുന്ന വിഷയങ്ങളില്ലേ, ഇന്ന് പകൽക്കാല, ആമേൻ, ഹല്ലേലൂയ, ആഗ്രഹത്തോടെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധി എന്താ വേണ്ടേ? ഒന്ന് ആഗ്രഹം വേണം. രണ്ടാമത്തെ കാര്യം വിശ്വാസം വേണം. ഇത് രണ്ടും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ സന്തോഷത്തോടെ കർത്താവിനോട് പറയും, കർത്താവേ, ഈ ആത്മ നദിയുടെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിനകത്തേക്ക് ശക്തിയോടെ ഒഴുകണമെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഇത് താല്പര്യത്തോടെ റിസീവ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ദേശത്തിനകത്ത് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിർജീവത്വം ബാധിച്ച ചിലത് ജീവൻ വെക്കാൻ പോകുക. വിരോധമായി വെല്ലുവിളിക്കുന്ന ചിലതിനെ ആമേൻ ജയിപ്പാൻ, നിർജീവത്വങ്ങളെ ജീവിപ്പിക്കുവാൻ ചലിക്കുന്ന ഈ ആത്മ നദിക്ക് കഴിയും. ഇന്ന് പകൽക്കാലം നദിയുടെ സാന്നിധ്യത്തെ ആമേൻ റിസീവ് ചെയ്യുന്നവർ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചേ.
Rabalaba Shabarabalam Thare Dhere Raga Ramde Raga Dhere Dhere Raba Laba Shede Raga അവൻ ചിലത് നിന്നെ നോക്കി വാദിക്കുന്നുണ്ടാകാം. നീ ജീവിക്കത്തില്ലെന്ന്, നീ രക്ഷപ്പെടത്തില്ലെന്ന്, നീ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന്, നീ ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന് ചില മണ്ഡലങ്ങൾ നിങ്ങളെ നോക്കി വാദിക്കുന്നുണ്ടാകാം. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, അവൻ ജീവനില്ലാത്തവനെ ജീവിപ്പിക്കാൻ കഴിവുള്ള ഒരു ആത്മനദിയുടെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ആലയത്തിനകത്ത് ചലിക്കുന്നു. അത് ചില കുടുംബങ്ങൾക്കകത്തേക്ക് ഇറങ്ങുക, നിർജീവത്വം ബാധിച്ചു തുടങ്ങിയ ചില ആത്മമണ്ഡലങ്ങൾക്കകത്തേക്ക് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചലിക്കണേ, ചലിക്കട്ടെ, ചലിക്കട്ടെ. താല്പര്യമുള്ളവർ ഹൃദയങ്ങളെ തുറന്ന് ദൈവ സാന്നിധ്യം ഏറ്റെടുത്തു. ഇതിനകത്തൊരു ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ട്. നിർജീവത്വങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ശക്തിയോടെ അത് ചലിക്കട്ടെ. നിർജീവത്വം ബാധിച്ചതിന് മേൽ ദൈവിക സ്വാതന്ത്ര്യം ചലിക്കട്ടെ. ഞാൻ വെറുതെ പറയുവല്ല, എനിക്കറിയാം ഇതിനകത്തൊരു നല്ല ദൈവ സാന്നിധ്യമുണ്ട്. ഈ ദൂതിനകത്ത് അസാധാരണമായ ഒരു സാന്നിധ്യമുണ്ട്. നിങ്ങൾ സാധാരണ ഒരു മെസ്സേജ് കേൾക്കുന്നത് പോലെ കേൾക്കുന്നെങ്കിൽ കേട്ടിട്ട് പൊക്കോ, ഐ ഹാവ് നോ പ്രോബ്ലം, എനിക്കൊരു വിഷയമില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മനദിയുടെ സാന്നിധ്യം ഞാനാകുന്ന വിശുദ്ധ മന്ദിരത്തിലേക്ക് ഒഴുകണമെന്ന് താല്പര്യത്തോടെ ഇതിനകത്ത് ആമേൻ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഒന്ന്, നിന്നിലേക്ക് ഈ നദി ഒഴുക. രണ്ടും, നിന്നിൽ നിന്ന് ഈ നദി ഒഴുകാൻ തുടങ്ങുമോ നിന്റെ ഭവനത്തിനകത്ത് ചില ചലനങ്ങൾ നിങ്ങൾ കാണുക. നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് ചില ചലനങ്ങൾ നിങ്ങൾ കാണുക. നിങ്ങളുടെ തലമുറയുടെ മേൽ ചില ചലനങ്ങൾ നിങ്ങൾ കാണുക. അവൻ നിർജീവത്വം ബാധിച്ച് കിടക്കുന്നതിന് മേൽ ദൈവിക ചലനങ്ങൾ ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. അവൻ ദൈവം എടുത്തു പറയാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ചില തലമുറകളിലേക്ക് നിർജീവത്വം ബാധിച്ച് കിടക്കുന്നതിന് മേൽ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ശക്തിയോടെ ഈ ആത്മനദിയുടെ സാന്നിധ്യം ചലിക്കുന്നു. നിർജീവത്വം ബാധിച്ചു പോയെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇനി അതിന് ജീവൻ വെക്കത്തില്ല ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചതുപോലെ അത് എഴുന്നേൽക്കത്തില്ല ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം അസ്തമിച്ചു പോയ ചില പ്രാർത്ഥനാ മണ്ഡലങ്ങൾ, ചിലരുടെ ആത്മീയ മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനാൽ ജീവൻ വെക്കുന്നു. ഒരു കവിഞ്ഞൊഴുക്ക് ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. ചിലരുടെ ആത്മീക മണ്ഡലങ്ങൾ ഒതുക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയാ, നിന്റെ പ്രാർത്ഥന മണ്ഡലത്തെ ഒതുക്കുന്ന ചില നിർജീവത്വങ്ങളുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം അതിന്റെ മേൽ ഈ ദൈവാത്മാവിന്റെ നദി ഒഴുകി വരിക. ആ ദൈവ സാന്നിധ്യം ചിലതിനെ ജീവിപ്പിക്കുന്നു. ചിലന്റെ പ്രാർത്ഥന ജീവിതത്തിനകത്ത് ജീവൻ വെക്കട്ടെ. ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ നദി നിന്നിലേക്ക് ഒഴുകും, നിങ്ങളിലേക്ക് ഒഴുകും. രണ്ട്, ഈ നദി നിങ്ങളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ആമേൻ, അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 7:38-39 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? ആമേൻ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. ആ വചനത്തിന്റെ ഉറപ്പില ഞാൻ പറഞ്ഞേ, ഈ നദി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകിയാൽ നിങ്ങൾ ഈ നദിയെ വഹിച്ചോണ്ട് ഈ ആലയത്തിനകത്തുനിന്ന് പുറത്തോട്ട് പോകുക. ആമേൻ. നിങ്ങൾ ഈ നദിയെ വഹിച്ചോണ്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ഈ നദി ഒഴുകി വരുമെന്നേ. ആമേൻ. അതിന്റെ റൂട്ട് മാപ്പ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളോട് കൂടെ ഈ നദി ഒഴുകി വരിക. ആമേൻ. ഈ നദിക്കുള്ള പ്രത്യേകത എന്താ? എവിടെ ചെന്ന് ചേർന്നാലും അവിടെ ചില ജീവൻ വെക്കുക. നിങ്ങൾ പറയും, മാനസാന്തരപ്പെടാത്ത ഭർത്താവുണ്ട്, തലമുറയുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, കുടുംബക്കാരുണ്ട്. അവിടൊക്കെ ചിലത് ജീവൻ വെക്കുമെന്ന്. ഹല്ലേലൂയ. അവിടൊക്കെ ചിലത് ജീവൻ വെക്കുമെന്ന്, അവിടൊക്കെ ചലിക്കാത്തത് ചലിക്കുമെന്ന്, അവിടൊക്കെ പിശാച് തടയുന്ന മണ്ഡലങ്ങളെ ആമേൻ സ്വർഗം അതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന്.
കാരണം ഇത് നിങ്ങളിൽ നിന്ന് പുറപ്പെടാൻ പോകുക. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളിൽ നിന്ന് ജീവനില്ലാത്തതിന്റെ മേൽ നിങ്ങളിൽ നിന്ന് പുറപ്പെടാൻ പോകുന്നു. അതിനു വേണ്ടി ഈ ജീവജല നദിയുടെ ഉറവ പോലെ ചില ദേശങ്ങൾക്കകത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനകത്തുനിന്ന് ചിലതിനെ കാണുന്നുണ്ട്. ചില ഭവനങ്ങൾക്കകത്ത് നിൽക്കുമ്പോൾ സ്വർഗം ചിലതിനെ കാണുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ചിലർ അതുപോലെ ബലപ്പെടട്ടെ. ദൈവത്തിന്റെ ഹൃദയത്തിൽ പറയാൻ ഇങ്ങനെ പറയുക, ചില ദേശങ്ങൾക്കകത്ത് ചെന്ന് ഉറവായി നിൽക്കാൻ, ഇരുട്ട് മൂടിക്കിടക്കുന്ന ചില കുടുംബങ്ങൾക്കകത്തു ചെന്ന് ആമേൻ ഉറവായി നിൽക്കാൻ നിങ്ങൾ പറയുന്നുണ്ട് സിസ്റ്ററെ, എന്ത് നോക്കിയാലും സകല വഴികളും അടഞ്ഞു കിടക്കുക, ഒന്നിലും പച്ചപ്പ് കാണാൻ പറ്റുന്നില്ല, എല്ലായിടത്തും കാണുന്നത് ഉടക്കുകളാ, എല്ലായിടത്തും കാണുന്ന നിർജീവത്വങ്ങളാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സന്തോഷത്തിന്റെ നദി ഇതിനകത്തേക്ക് ഇറക്കി വിടുന്നുണ്ട്. എന്തിനെന്നറിയാമോ? വെറുതെ മടങ്ങി പോകാനല്ല, അവൻ ചിലതിനെ ജീവിപ്പിക്കുക. ഓ, ചിലതിന്റെ ജീവിതത്തിനകത്ത് എന്നേക്കുമായി ശത്രു എടുത്തുകൊണ്ടുപോയിരുന്ന സന്തോഷമില്ലേ, അതിനെ നിന്റെ ജീവിതത്തിനകത്ത് മടക്കി കൊണ്ടുവരുവോ? ഈ ആത്മനദി ചില ഭവനങ്ങൾക്കകത്തേക്ക് ചലിക്കട്ടെ, ചലിക്കട്ടെ. ഞാൻ പറയാം, പെരുവെള്ളത്തെ പിടിച്ചു നിർത്താൻ പറ്റുമോ? പെരുവെള്ളത്തെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഉരുൾ പൊട്ടി വരുമ്പോൾ അവിടെ പിടിച്ചു നിർത്തുപോയത് നല്ല വഴിയില്ല. ഹല്ലേലൂയ. പിടിച്ചു നിർത്താൻ പറ്റുമോ? ഹല്ലേലൂയ. ശക്തിയോടെ നിങ്ങളിലേക്ക് ഈ ആത്മനദി ഒഴുകി തുടങ്ങിയാലുണ്ടല്ലോ, നിങ്ങൾ ചില മണ്ഡലങ്ങൾക്കകത്ത് നിൽക്കുമ്പോൾ അതുപോലായിരിക്കും. പിശാച് നിങ്ങളുടെ മുമ്പിൽ കുറെ തടസ്സം പോലെ തടയണകൾ കൊണ്ടുവെക്കുന്നുണ്ടാകാം. പക്ഷെ ഈ ശക്തിയോടെ നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴുണ്ടല്ലോ, അതിനുള്ള പ്രത്യേകത എന്തെന്നറിയാമോ? നിങ്ങളുടെ പ്രാർത്ഥനയെ തടയുന്ന, നിന്നെ മുൻപോട്ട് വിടാതെ തടഞ്ഞു നിർത്തുന്ന ചില അണക്കെട്ടുകളെ കൂടെ പൊളിച്ചോണ്ട് പോവുക. പെരുവെള്ളം പോലെ ചില മണ്ഡലങ്ങൾക്കകത്തേക്ക് ആത്മശക്തിയോടെ ഇറങ്ങി ചെല്ലത്തക്ക വേണം ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു നദി പോലെ, ഈ ആത്മനദി സതിയുടെ സാന്നിധ്യം നിന്നിലേക്ക് ചലിക്കുന്നത്. ഞാൻ ഈ ആത്മനദി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിന് ഞാൻ ഡെഫിനിഷൻ തരാം. അല്ല, ഞാൻ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചല്ലോ, പറഞ്ഞല്ലോ 7-ാം അധ്യായം 37-38 വാക്യം എന്ന് പറയുമ്പോൾ, തന്നിൽ നിന്ന് തന്നിൽ വിശ്വസിക്കുന്നവരിലേക്ക് കൊടുക്കാൻ പോകുന്ന ആത്മാവിനെ കുറിച്ച് അത് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആ വചനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞേ, ആത്മനദിയുടെ സാന്നിധ്യം ഇതെവിടെ നിന്നാ പുറപ്പെടുന്നേ? ഇത് പുറപ്പെടുന്നത് സ്വർഗത്തിലെ ദൈവത്തിങ്കിൽ നിന്നാ. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകൻ അവൻ ദർശനം കാണുക, ആത്മാവിൽ താനൊരു ദർശനം കാണുന്നു. എന്തായിരുന്നു ദർശനം? 47-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ താൻ കാണുന്ന ദർശനം ഇങ്ങനെയാണ്. തന്നെ ഒരു പുരുഷനോടൊപ്പം നടക്കുക, നോക്കുമ്പോഴുണ്ട് ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒരു നീരുറവ പുറപ്പെടുന്നു. അവൻ ഈ നീരുറവ ഒഴുകി തുടങ്ങി. ഈ ഒഴുക്ക് അവൻ പോകുന്ന വഴിയിൽ, ഹല്ലേലൂയ, അവൻ പോകുന്ന വഴിക്ക് ഈ പ്രവാചകൻ അതിൻ്റെ കൂടെ നടക്കുക. ഈ പോകുന്ന വഴിക്ക് ഈ പുരുഷൻ ഈ നദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവരണങ്ങളിൽ ഒന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ആമേൻ എല്ലാം ജീവിക്കും. ഹല്ലേലൂയ. ഈ നദി, ഈ ആത്മനദി എന്ന് ഇവർ പറയുമ്പോൾ തന്നെ പ്രവാചകന് കാണിച്ചു കൊടുക്കുന്ന സ്ഥലം, ഈ നദി എവിടോട്ടാ ഒഴുകുന്ന അറിയാമോ? ചാവുകടലിലേക്കാണ്. ഇങ്ങോട്ടാ ഒഴുകുന്നേ. ഈ ചാവുകടൽ എന്ന് പറഞ്ഞ സംഭവം എന്ന് അറിയാമോ? ഈ യോർദാനും ഈ വിസിറ്റിങ് ദൂരമൊക്കെ ആമേൻ ഈ യെരുശലേമിലൊക്കെ പോകുന്നവർ അവിടെ പോയിട്ട് ചാവുകടൽ കണ്ടു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ഏറ്റവും കൂടുതൽ സാന്ദ്രത കൂടിയ കടലാണ് ഈ ചാവുകടൽ എന്ന് പറയുന്നത്. ഇതിനകത്തൊരു മനുഷ്യൻ ചെന്ന് കിടന്നാൽ ഈ മനുഷ്യൻ മുങ്ങത്തില്ല, ആ വെള്ളത്തിൻ്റെ മേളിൽ കിടക്കും. അത് മാത്രമല്ല, ഇതിനകത്ത് ഒറ്റ മത്സ്യം പോലും ജീവിക്കത്തില്ല. ജീവിക്കോ? ജീവിക്കരുത്. കാരണം അത്രയ്ക്കും ഡെൻസിറ്റി കൂടിയ, സാന്ദ്രത കൂടിയ, എന്താ പറയുക, എൻ്റെ ലവണം എന്ന് പറയും, അത് കൂടിയ, ഉപ്പുരസം ആണെന്ന് തോന്നുന്നു അതിൻ്റെ ശരിക്കുള്ളത്, അത് കൂടിയ ഒരു കടലാണ് ചാവുകടൽ എന്ന് പറയുന്നത്. അതിനകത്തൊന്നും ജീവിക്കുന്നത്. പക്ഷേ ഈ വചനത്തിനകത്ത് പറയുന്നത് എന്തുവാണ്? ഈ നദി അങ്ങോട്ട് ചെന്ന് വീണാൽ അവിടെ ചിലത് ജീവിക്കും.
പറയുന്നതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും ഒന്നും ജീവിക്കത്തില്ലെന്ന്, ഒരിക്കലും നന്മ പ്രാപിക്കത്തില്ലെന്ന്, അനുഗ്രഹം വരത്തില്ലെന്ന് പറയുന്ന അതേ സ്ഥാനത്ത് പോലും ആമേൻ ഈ നദി ചെന്ന് ചേർന്നാലുണ്ടല്ലോ, അത് ചാവുകടലായാലും ശരി, അതിനകത്തൊന്നും ജീവിക്കത്തില്ലെന്ന് ലോകം മുഴുവനും സർട്ടിഫിക്കറ്റ് എഴുതി ഒട്ടിച്ച് വെച്ചാലും ശരി, ഈ നദി ചെന്ന് വീഴുന്നു, അവിടെ ചിലത് ജീവിക്കും. ഹല്ലേലൂയ. ഈ നദി ചെന്ന് ചേരുന്നു, അവിടെ ചിലത് ജീവിക്കും. നിന്റെ കുടുംബത്തിനകത്ത് നീ വാഴും, നിന്റെ ഭവനത്തിനകത്ത് നീ രക്ഷപ്പെടും, നിന്റെ ദേശത്തിനകത്ത് നീ ഉയരും, നീ താഴ്ന്നു പോകത്തില്ല. കാരണം ഈ ആത്മനദിയുടെ സാന്നിധ്യം നിന്നെ നശിപ്പിക്കുന്നതല്ല, ഇത് നിന്നെ ജീവിപ്പിക്കുന്നതാ. ഇത് നിന്നെ ദുഃഖിപ്പിക്കുന്നതല്ല, ഇത് നിന്നെ സന്തോഷിപ്പിക്കുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കാര്യം കൂടെ പറഞ്ഞ വേഗത്തിരിക്കാം. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ, ഈ ഉറവ ഉള്ളടുത്ത് ഹല്ലേലൂയ ഒന്നുകൂടെ ഉണ്ട്. പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരമാണ് ഈ ഉറവ എന്ന് പറയുന്നത്. എന്തുവാണ്? ഒരിക്കലും മോചനമില്ല, മരണത്തിന് കാരണമായി തീരുന്നതാണ് പാപം. പക്ഷേ ഈ ഉറവയ്ക്കകത്ത് അതിനും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. അതിനും പരിഹാരമുണ്ട്. വചനം പറയുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സഖരിയ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ, ദാവീദ് ഗൃഹത്തിലെ ഒക്കെയും വേണ്ടി ഒരു ഉറവ പുറപ്പെടും. ആ ഉറവ എന്ന് പറയുന്നത് ആമേൻ പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും അകത്ത് പരിഹാരമായ ഉറവയാണ്. ഈ നദിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ നദി നമ്മളിലേക്ക് ഒഴുകി വരുമ്പോൾ ഒരിക്കലും മാറിപ്പോകത്തില്ലെന്ന് പറയുന്ന പാപത്തിൻ്റെ മണ്ഡലങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. പാപ സ്വഭാവങ്ങൾ ജീവിതത്തിനകത്തുനിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. പാപ സ്വഭാവങ്ങൾ ഈ ആത്മനദിയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് ഒഴുകുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ കഠിനമായി പിടിച്ചു വെച്ചിരിക്കുന്ന പാപ സ്വഭാവങ്ങളെ പോലും നമ്മളിൽ നിന്ന് തുടച്ചു നീക്കുവാൻ, നമ്മളിൽ നിന്ന് കഴുകിക്കളയുവാൻ അവൻ ഉറവിന് കഴിയും. ഹല്ലേലൂയ. ഈ ആത്മനദിയുടെ സാന്നിധ്യത്തിന് കഴിയും. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ പറയും. ഒന്ന്, സന്തോഷിപ്പിക്കുന്ന നദി. നിങ്ങൾ മറക്കല്ലേ, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. 1, സന്തോഷിപ്പിക്കുന്ന നദി. 2, അവൻ ജീവിപ്പിക്കുന്ന നദി. 3, അവൻ പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരമായ നദി. 4-ാമത്തെ കാര്യം, ഈ നദിയുടെ തീരത്ത് നിങ്ങൾ നിന്നാൽ ഹല്ലേലൂയ നിങ്ങൾ ഔഷധമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയല്ലേ, അഭിഷേകം വരുമ്പോൾ അതിനകത്തൂടെ വരുന്ന ചില അധികാരങ്ങളുണ്ട്. ഹല്ലേലൂയ. അഭിഷേകം വരുമ്പോൾ അതിനകത്തൂടെ വരുന്ന ചിലതുണ്ട്. ഈ ആത്മനദിയിൽ നിങ്ങളൊന്ന് നിലയുറപ്പിച്ചാൽ അതിനകത്തുനിന്ന് കിട്ടുന്ന വെള്ളം നിങ്ങൾ ശരീരത്തിനകത്ത്, നിങ്ങളുടെ ആത്മമണ്ഡലത്തിനകത്ത് ബലമായി വരുമ്പോൾ വചനം പറയുന്ന ഒന്നുണ്ട്. 1, നിങ്ങൾ ഫലം കായ്ക്കും. 2, നിങ്ങളുടെ ഇല ആമേൻ ഔഷധത്തിന്, രോഗശാന്തിക്ക് ഉതകും. ഇലയെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഹല്ലേലൂയ. മീൻസ് നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണങ്ങും. നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി സൗഖ്യമാകും. നിങ്ങളുടെ വ്യക്തിയുടെ വിഷയമായി ദൈവസന്നിധിയിൽ ചെന്നാൽ അതിന് പരിഹാരമാകും. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞേ, 1, ഈ നദി നമ്മളിലേക്ക് ഒഴുകും. 2, ഈ നദി നമ്മളിൽ നിന്നൊന്നൊഴുകും. ഹല്ലേലൂയ. ഒന്നാമത്, ഈ നദി നമുക്ക് പ്രയോജനമാണ്. നമ്മുടെ ദുഃഖം മാറും. ദുഃഖത്തിനകത്ത് കാരണമായി കിടക്കുന്ന എന്ത് വിഷയമായാലും അതെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. ദുഃഖം മാറും. സന്തോഷം, രോഗത്തോട്ടിരിക്കുമ്പോൾ സന്തോഷിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. എവിടെങ്കിലും ഒക്കെ നമ്മൾ പറയും, അയ്യോ ഒരു എന്താ പറയുക, ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ചെവി വേദന വന്നാൽ ജീവിതം മുഴുവൻ തീർന്നു നമ്മൾ വിചാരിക്കും. വേദന നിങ്ങൾക്കാർക്ക് വന്നിട്ടില്ല? വേദനയൊക്കെ ഞാൻ ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേദനയുടെ ആഴം അത്രയും നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട. നിങ്ങൾക്ക് വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. കാരണം അത്രത്തോളം പല്ലുവേദന എന്താന്ന് അനുഭവിച്ചവർക്കേ അറിയാവൂ. ചെവി വേദന എന്തൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യം. ചെവി വേദന എന്തെന്ന് അനുഭവിച്ചവർക്കേ അറിയാത്തുള്ളൂ. വയറുവേദന എന്തെന്ന് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. ഇതൊന്നും അറിഞ്ഞുകൂടാത്തവർക്ക് എനിക്ക് ഇന്ന വേദന എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആവശ്യം വിടുക. അങ്ങനെ 1, ഈ രോഗത്തോടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ?
ഇല്ല. നമ്മളിലേക്ക് ഈ നദി ഒഴുകുമ്പോൾ ഒന്ന് സന്തോഷിപ്പിക്കുന്ന നദിയാണ്, രണ്ട് ജീവിപ്പിക്കുന്ന നദിയാണ്. ഇത് രണ്ട് സംഭവിക്കുമ്പോൾ ഇത് രണ്ട് നമുക്ക് വിടുതലിന് വേണ്ടിയുള്ളതാ. ഹല്ലേലൂയ. ഇത് രണ്ടും ആദ്യത്തെ 3 എണ്ണം അവൻ പാപത്തിന്റെ പരിഹാരമായ ഉറവ. ഈ 3 കാര്യം, ആദ്യത്തെ 3 പോയിന്റ് നമുക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ അടുത്ത പോയിന്റ് നമ്മളെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രയോജനപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇതിനകത്ത് 2 കൂട്ടം പേരുമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ മൊത്തത്തിൽ പറയുന്നേ. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് ആമേൻ ദൈവമേ കർത്താവ് എന്നിലേക്ക് വിടുതൽ വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. ആമേൻ. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ മറ്റുള്ളവർക്ക് വിടുതലാകണമെന്നും കൂടെ ആഗ്രഹിക്കാൻ തുടങ്ങുക. ആമേൻ. അടുത്ത ലെവലിൽ നിൽക്കുന്നവരുമുണ്ട്, സാധാരണയായിരിക്കുന്നവരും കൂടെ ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വിടുതലും കൂടെ ആകണമെന്ന് ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഹല്ലേലൂയ. 1 ആമേൻ നമുക്ക് വിടുതലാകും, 2 നമ്മൾ മറ്റുള്ളവർക്ക്. വചനം പറയുന്നു, ഈ നദിയുടെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങളുടെ ഫലം അത് ആമേൻ മാസം തോറും ഫലം ഉണ്ടാകും. അടുത്തൊരു കാര്യം, ഇല ആമേൻ രോഗസൗഖ്യത്തിന് ഉതകും. ഇത് ഒരിടത്തല്ല പറഞ്ഞിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാടിൻ്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ഈ 2 ഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി സൗകര്യം പോലെ വായിച്ച് പഠിക്കുക. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആമേൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഇല എന്ന് പറയുന്നത് രോഗശാന്തിക്ക്, രോഗസൗഖ്യത്തിന് ഉതകും. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ, കർത്താവേ എനിക്ക് ഈ നദിക്കകത്തോട്ടൊന്ന് ഇറങ്ങണം, എനിക്ക് ഈ നദിക്കകത്ത് നിൽക്കണം, ഈ നദി എന്നിലേക്ക് ഒഴുകണം, ഈ നദി എന്നിൽ നിന്ന് ഒഴുകണം. ഹല്ലേലൂയ. ആമേൻ. ഈ നദി എന്നിലേക്ക് ഒഴുകണം, ഈ നദി എന്നിൽ നിന്നൊഴുകണം. ഞാനൊരു ജീവൻ്റെ ഉറവയായി തീരണം. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെയാ പറ്റുന്നേ? കർത്താവിനോട് പറയാൻ പറ്റുമോ, കർത്താവേ എനിക്കിപ്പോൾ നിൽക്കുന്ന അളവിൽ ഒന്നും കൂടെ കർത്താവിൻ്റെ ആത്മനദിയുടെ ആഴമളന്ന് അതിനകത്തോട്ട് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നു. ആമേൻ. യെഹെസ്കേൽ പ്രവാചകൻ ആമേൻ ആമേൻ ഈ ദൈവ പുരുഷനോടൊപ്പം നടക്കുന്ന ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട്. വചനം പറയുന്നു, ആദ്യം 1000 മുഴം ആമേൻ ദൈവത്തിൻ്റെ ദൈവ പുരുഷൻ യെഹെസ്കേൽ പ്രവാചകന് വേണ്ടി അളന്നു വിട്ടു. അവൻ താൻ ഒന്ന് നടന്നു നോക്കിയപ്പോൾ തൻ്റെ നരിയാണിയോളം വെള്ളം വന്ന് നിൽക്കുക. അവിടെ തീർന്നില്ല, മനസ്സിലായി, മുൻപിലേക്ക് ആഴങ്ങൾ കിടക്കുകയാണ്. ഹല്ലേലൂയ. പ്രവാചകൻ ആമേൻ പ്രതീക്ഷയോടെ ദൈവപുരുഷന്റെ മുഖത്തേക്ക് നോക്കി. വചനം പറയുന്നു, 1000 മുഴം കൂടെ ദൈവപുരുഷൻ അളന്നു വിട്ടു. അടുത്ത 1000 മുഴം കൂടെ നടക്കുമ്പോൾ മുട്ടോളമായി. ഹല്ലേലൂയ. വചനം തീർന്നില്ല, അടുത്ത് പറയുന്നു അടുത്തൊരു 1000 മുഴം കൂടെ അളന്നു വിട്ടു. ആമേൻ. പ്രവാചകൻ നോക്കുമ്പോഴുണ്ട് അരയോളമായി. പ്രവാചകൻ പറയാ, പോരാ കർത്താവേ, എനിക്ക് ഇത്രം പോരാ, എനിക്കൊന്നും കൂടെ നിറയണം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് നിൽക്കാൻ അരയോളം മതി, പക്ഷെ നിറഞ്ഞാൽ മാത്രമേ കവിയാനൊക്കത്തുള്ളൂ, നിറഞ്ഞാലേ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ കഴിയത്തുള്ളൂ. പ്രവാചകൻ പറയുക, പ്രവാചകന്റെ മുഖം കണ്ടപ്പോ ആമേൻ ദൈവപുരുഷന് മനസ്സിലായി, തികഞ്ഞില്ല. ആമേൻ. വചനം പറയുന്നു, 1000 മുഴം കൂടെ അളന്നു വിട്ടപ്പോ അവൻ വചനത്തിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, നിൽപ്പാൻ കഴിയാത്തതുപോലെ അവൻ നീന്തി തുടിക്കേണ്ട രീതിയിൽ അവൻ തൻ്റെ മേൽ വെള്ളം പൊങ്ങി പൊങ്ങി വന്നു. ഇന്ന് പകൽക്കാലം ഈ ആത്മനദിയിലേക്ക് ഇറങ്ങുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ എന്നെ സന്തോഷിപ്പിക്കുന്ന ആ നദിക്കകത്തേക്ക്, എന്നെ ജീവിപ്പിക്കുന്ന ആ നദിക്കകത്തേക്ക്, എന്റെ സകല പാപത്തെയും മാലിന്യത്തെയും കഴുകിക്കളയുന്ന ആ നദിക്കകത്തേക്ക് എനിക്കൊന്ന് ഇറങ്ങണം. എന്നെ മറ്റുള്ളവർക്ക് പ്രയോജനമാക്കി തീർക്കുന്ന ആ നദിക്കകത്തേക്ക് ഇന്ന് പകൽക്കാലം എനിക്കൊന്ന് ഇറങ്ങണം. ഇന്ന് പകൽക്കാലം താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് പകൽക്കാലം പറഞ്ഞ, കർത്താവേ ആത്മനദിയുടെ സാന്നിധ്യം എന്നിലേക്ക് ചലിക്കട്ടെ. ഇത് ജീവിപ്പിക്കുന്ന നദിയാ, ഇത് സന്തോഷിപ്പിക്കുന്ന നദിയാ, ഇത് നിങ്ങളെ ജാമേൻ വിശുദ്ധിയോടെ നിൽക്കുവാൻ സഹായിക്കുന്ന നദിയാ, ഇത് നിങ്ങളെ മറ്റുള്ളവർക്ക് ഔഷധമാക്കി മാറ്റുന്ന നദിയാ. ഇന്ന് പകൽക്കാലം പറഞ്ഞ, കർത്താവേ എന്നെ ആത്മനദിക്കകത്തേക്ക് ഞാൻ ഇറക്കുകയാണ്. കർത്താവേ 1000 മുഴം പോരാ, അവൻ നരിയാണിയോളം പോരാ, മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്തൊരാത്മനദിയുടെ അളവിലേക്ക് ഇന്ന് പകൽക്കാലം ഞാൻ ഇറങ്ങുവാൻ താല്പര്യപ്പെടുന്നു.
നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്നേ. പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത് നമ്മൾ സ്തോത്ര വഴിപാട് സ്വീകരിക്കും. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ദൈവസ്ഥലം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, എന്നെ ജീവിപ്പിക്കുന്ന ആ നദി എന്നിലേക്ക് വരണം. ഞാൻ ആ നദിയിൽ മുങ്ങുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഈ ആലയം വിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ എൻ്റെ കൂടെ ആ നദി എന്നിൽ നിന്ന് പുറപ്പെടുന്നതായി വരണം. അത് ഞാൻ ഭവനത്തിനകത്ത് ചെല്ലുമ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ ഭവനത്തിനകത്തും അത് ജീവൻ വെപ്പിക്കണം. ആമേൻ. എൻ്റെ ഭവനത്തിനകത്ത് ജീവൻ വെപ്പിക്കണം കർത്താവേ. എൻ്റെ ഭവനത്തിനകത്തും അത് ജീവൻ വെപ്പിക്കണം. ആത്മീക മണ്ഡലങ്ങൾക്കകത്ത് നിർജീവത്വം ബാധിച്ചു കിടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ആത്മീക മേഖലകൾക്കകത്ത് ചലനമില്ലാതെ കിടക്കുന്ന വ്യക്തികൾ എൻ്റെ ഭവനത്തിനകത്തുണ്ട് കർത്താവേ. ഇന്ന് പകൽക്കാലം എന്നിലേക്ക് ഇറങ്ങി വരുന്ന ഈ ആത്മനദിയുടെ സാന്നിധ്യം അത് ഭവനത്തിനകത്ത് ചലിക്കണം. അത് ഭവനത്തിനകത്തേക്ക് ചലിക്കണം. അത് ഭവനത്തിനകത്തേക്ക് ചലിക്കണം. വ്യക്തികളുടെ മേൽ ചലിക്കണം. നിർജീവത്വം ബാധിച്ചു കിടക്കുന്ന ചിലരുടെ മേൽ അത് ചലിക്കണം. ആമേൻ. ഈ ആത്മനദിക്കകത്തേക്ക് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുക. ഇന്ന് പകൽക്കാലം അഭിഷേകത്തിന്റെ സാന്നിധ്യം, ദൈവശക്തിയുടെ നദി, ആത്മനദി എന്നിലേക്ക് ചലിക്കട്ടെ. പറഞ്ഞ കർത്താവേ, ആമൻ. മുട്ടോളം പോരാ, നരിയാണിയോളം അല്ല കർത്താവേ, മുട്ടോളം പോരാ, അരയോളം പോരാ. ആമൻ. നീന്തിയിട്ടല്ലാതെ ആമേൻ ഹല്ലേലൂയ കടപ്പാൻ വഹിയാത്തതുപോലെ ആത്മനദി ഇന്ന് പകൽക്കാലം എന്നിലേക്ക് ഒഴുകണം. ആമേൻ. ആമേൻ. നിർജീവത്വം ബാധിച്ചു കിടക്കുന്നതിന് ജീവൻ വരട്ടെ പപ്പ. എൻ്റെ ഭവനത്തിനകത്ത് നിർജീവത്വം ബാധിച്ചു കിടക്കുന്ന മണ്ഡലത്തിൻ്റെ മേൽ, ആമേൻ, പ്രാർത്ഥന മണ്ഡലത്തിനകത്ത് നിർജീവത്വം ബാധിച്ചു തുടങ്ങിയവർ പറഞ്ഞേ, കർത്താവ്, ഇന്ന് പകൽക്കാലം എൻ്റെ പ്രാർത്ഥനാ മണ്ഡലത്തിനകത്ത് വലിയൊരു വിശാലത വരത്തക്കവണ്ണം, ജീവൻ വയ്ക്കത്തക്കവണ്ണം, എൻ്റെ ഉള്ളിലെ ആത്മ മനുഷ്യനെ ജീവിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. Rabala shamde ragalam there rabala bashamde ramde raga shaba there there raga. ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവേ, ആത്മസാന്നിധ്യം, ആത്മനദിയുടെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം എന്നിലേക്ക് ഒഴുക്കണമേ അപ്പാ. എന്നിലേക്ക് ഒഴുക്കണമേ കർത്താവേ. ശക്തിയേറിയ ഒരു അഭിഷേകമായി കയറി ചെല്ലുക. നിർജീവത്വം ബാധിച്ച മണ്ഡലങ്ങൾക്കകത്ത് അവൻ ശക്തിയേറിയ ഒരു അഭിഷേകത്തോടെ കയറി ചെല്ലുക. ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ ഏൽപ്പിക്കുക. എന്റെ ഭാവനത്തിനകത്ത് നിർജീവത്വം ബാധിച്ചിരുന്ന സകല മേഖലകളിലും ജീവൻ വയ്ക്കട്ടെ. ആ ആത്മനദി എന്നിലേക്ക് ഒഴുകണമേ. ഓ റബലം ശബരം ദര ദേരഗരം ദേരഗദേ റബലേ ചുരാമ ചേരേ റബല ശബ്ദേ രഗദേ രഗദേ ചേരേ റബ്ദേ രഗദേ. കഴുകനെ പോലെ ചിറകടിച്ചുയരാ, പറന്നു പോകാതെ വേലം ധരിച്ചോടുവാ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നിതാ ആത്മനദി, ഓ എന്നെ ജീവിപ്പിക്കുവാൻ എന്നിലേക്ക് വരട്ടെ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി ജീവിപ്പിക്കുന്ന നദിയായി, ജീവിപ്പിക്കുന്ന നദിയായി ആത്മശക്തിയായൊഴുകി മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.
കർത്താവേ, ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. ചില ഭവനങ്ങൾക്കകത്ത് നിർജീവത്വങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, സന്തോഷം വെളിപ്പെടട്ടെ. നിർജീവത്വങ്ങൾ മാറി ജീവൻ വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ മഹത്വം ദൈവജനത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം ശക്തിയോടെ ചലിക്കണം. ഇതിവിടെ തീരാനല്ല പച്ച. ഇന്ന് പകൽക്കാലം ഈ ആലയത്തിനകത്ത് നീ ജനപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരോടൊപ്പം ആ ദൈവ സാന്നിധ്യം ചലിക്കണം. ഹല്ലേലൂയ. വെളിച്ചം ചലിക്കണം. ആത്മനദിയുടെ സാന്നിധ്യം ഇവരോടൊപ്പം ചലിക്കണം. ഇവർ ഭവനത്തിനകത്ത് ചെല്ലുമ്പോൾ നിർജീവത്വങ്ങൾ ജീവൻ വയ്ക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിർജീവത്വങ്ങൾ ജീവൻ വയ്ക്കട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. ഈ സമയം രോഗികളായിരിക്കുന്നവർ നിങ്ങളുടെ വലത് കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇതിനകത്ത് ചലിക്കുന്ന ദൈവ സാന്നിധ്യം, ആമേൻ, ആത്മനദിയുടെ സാന്നിധ്യം രോഗസൗഖ്യത്തിന് ഉതകുമെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് പകൽക്കാലം ഈ കരമുയർത്തി നിൽക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ സൗഖ്യത്തിന് ഉതകുന്ന ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. രോഗികൾ സൗഖ്യമാവട്ടെ
യേശുവിന്റെ നാമത്തിൽ. അവൻ എന്തൊക്കെ വിഷയങ്ങളോട് അവർ ദൈവസ്ഥാനിൽ വന്നുവോ, ഇന്ന് പകൽക്കാലം ആരാധന കഴിഞ്ഞവർ പുറത്തിറങ്ങുമ്പോ സൗഖ്യത്തോടെ ഇറങ്ങട്ടെ. ഞാൻ വിടുതലിനെ ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. കർത്താവേ, ഇവർ അവൻ സൗഖ്യമാകുക മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് ഇവരിലൂടെ ദൈവ സാന്നിധ്യം ചലിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ മഹത്വത്താൽ ഈ മക്കളെ നിറച്ച് സന്തോഷത്തോടെ ഇവിടെ നടത്തണം, ഇവരെ നടത്തുമാറാകണം. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. കരങ്ങളെ ഉയർത്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കണമേ. വിടുതൽ നിൽക്കട്ടെ, വിടുതൽ നിലനിൽക്കട്ടെ, സൗഖ്യത്തിൽ നിലനിൽക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു. കൃപ കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ.